ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇന്ന് വരെ അന്നദാനം കൊടുത്ത് തൃപ്തിയായിട്ട് വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്മിറ്റിക്കാരുടെ ഉദ്ദേശം. ക്ഷേത്രത്തിൽ വരുന്നൊരു ഭക്തൻ്റെ ആവശ്യങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ച് മനസ്സിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടെ വരുമ്പോൾ തിരുമേനിയെ കണ്ട് തിരുമേനിയോട് സങ്കടം പറയുന്നവർക്ക് തിരുമേനി അതിനുള്ള വഴിപാടുകൾ ചിലപ്പോൾ നൂല് ജപിച്ചു കൊടുക്കും, ചിലപ്പോൾ തിരുമേനി നെയ്യ് പൂജിച്ചു കൊടുക്കും. ഇതെല്ലാം കുട്ടികളുണ്ടാവാത്തവർക്കും കല്യാണം നടക്കാത്തവർക്കും വളരെ ഗംഭീരമായ കാര്യങ്ങൾ തിരുമേനി ഈ ദേവിയുടെ സമക്ഷത്തിൽ പല ആളുകൾക്കും. ഞങ്ങൾക്ക് ഈ തിരുമേനി കൊടുത്തതിൻ്റെ ഫലമായിട്ട് വിവാഹം മുടങ്ങിക്കിടന്നവർക്കിടെ, സ്ഥലം വിൽക്കാൻ പറ്റില്ലാത്തവർക്കിടയ്ക്ക് വിറ്റ് വിവാഹം നടന്ന ആളുകൾ ഞങ്ങൾക്ക് നിരവധിയായിട്ടുള്ള സാമ്പത്തിക സഹായം ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് ഒരു കാര്യങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ഈ എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ നിന്ന് പോയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ നാട്ടിൽ ഉപദേവതയായിട്ട് സങ്കല്പിച്ച് വിറ്റുകൊണ്ടുപോയ ആളുകൾക്ക് നമ്മൾ വർഷം തോറും നടക്കുന്ന ഉത്സവത്തിന് നോട്ടീസ് അയക്കുകയും അവർ ആ ഉത്സവ സമയത്ത് ഇവിടെ വന്ന് യഥേഷ്ടം വഴിപാടുകൾ കഴിച്ച് നമ്മുടെ സാമ്പത്തികമായിട്ട് സഹായിച്ച് മടങ്ങിപ്പോവുകയും വർഷം വരുമ്പോൾ വരികയും മാസം തോറും വഴിപാടുകൾ കഴിക്കുന്നതിന് ഞങ്ങളുടെ മൊബൈൽ നമ്പറുകൾ കൊടുത്ത് ആ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞ് വഴിപാടുകൾ ഇവിടെ നടത്തി അവർക്ക് അതിൻ്റെ ചീട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പറഞ്ഞ് അക്കൗണ്ട് ഇട്ടാൽ നമ്മൾ ഏത് വഴിപാടും ഇവിടെ നടത്തി ആ ഭക്തന് ആവശ്യപ്പെടുന്ന വഴിപാടുകൾ മുടക്കം കൂടാതെ നടത്തുകയും മാസം തോറും വഴിപാടുകൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ആളുകൾ 12 മാസത്തേക്ക്, 1 കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക് ഇതെല്ലാം കൃത്യമായിട്ട് വഴിപാടുകൾ കഴിച്ച് നമ്മൾ കൊടുക്കും. ആ വഴിപാട് തീരുന്ന മുറയ്ക്ക് ആ ഭക്തന് ഇവിടെ വന്ന് തൊഴുത് അനുഗ്രഹം മേടിച്ച് പോകുന്ന ചടങ്ങുകളും അവർക്ക് തൃപ്തിയായിട്ട് ദേവിയുടെ കടാക്ഷം ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അനുഭവത്തോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്.